മഹാഭാരതത്തിൽ ധർമ്മയുദ്ധം എന്ന ഒരു വലിയ സങ്കല്പം തന്നെയുണ്ട്. ലോകത്തിന് ധർമ്മം എന്ന സങ്കല്പം തന്നെ നൽകിയത് ഭാരതമാണ്. ആ ധർമ്മത്തിൽ അധിഷ്ഠിതമായി എങ്ങനെ യുദ്ധം ചെയ്യണം എന്ന് വളരെ കൃത്യമായിട്ട് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ആ രീതിയിലുള്ള കൃത്യമായ ഒരു ധർമ്മയുദ്ധത്തിൻ്റെ കൂടി സന്ദേശം ഇപ്പോൾ ഭാരതം ലോകത്തിന് നൽകിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള, ഏറ്റവും വലിയ ജനസഞ്ചയമുള്ള രാജ്യം എന്നതിനേക്കാളൊക്കെ ഉപരി ലോക സമൂഹത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ കഴിയുന്ന ധർമ്മബോധമുള്ള ഒരു യഥാർത്ഥ വിശ്വഗുരു തന്നെയാണ് ഭാരതം എന്ന ഒരു വലിയ യാഥാർത്ഥ്യം കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തെളിയിക്കപ്പെട്ടത്. ഭാരതത്തിന്റെ മിലിറ്ററി പവർ എന്നുള്ളത് ആക്രമിക്കാൻ വേണ്ടിയുള്ളതല്ല, പ്രതിരോധിക്കാൻ വേണ്ടിയുള്ളതാണ്. നാം ആവർത്തിച്ച് പറയാറുണ്ടെങ്കിലും അത് യഥാർത്ഥ പോരാട്ട ഭൂമിയിൽ തെളിയിക്കപ്പെട്ടത് ഇപ്പോഴാണ്, ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതൊരു വലിയ യുദ്ധമാക്കി മാറ്റാമായിരുന്നു. അധിനിവേശ കാശ്മീർ നമുക്ക് പിടിച്ചെടുക്കാമായിരുന്നു. ബലൂചിസ്ഥാനെ നമുക്ക് മോചിപ്പിക്കാൻ കഴിയുമായിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും അതിലേക്കൊന്നും പോകാതെ എന്താണോ ഉദ്ദേശിച്ചത്, ഭീകരതയ്ക്കെതിരെയുള്ള ഒരു യുദ്ധമായി മാത്രം അതിനെ ഒതുക്കി നിർത്തിക്കൊണ്ട് നമ്മുടെ ജനത, നമ്മുടെ സർക്കാർ കഷ്ടപ്പെട്ട് നേടിയ എക്കണോമിക് ഗ്രോത്ത്, അതേപോലെ വികസനം, ഇതിനൊന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ പാകിസ്ഥാൻ എന്ന ആ ഭീകര രാജ്യത്തിന്റെ നട്ടെല്ല് ചവിട്ടി ഒടിച്ചു എന്നുള്ളിടത്താണ് ഈ യുദ്ധം, ഈ പോരാട്ടം വ്യത്യസ്തമാകുന്നത്. പല മാനങ്ങളാണ് ഈ യുദ്ധത്തിനുള്ളത്, ഈ പോരാട്ടത്തിനുള്ളത്.